കൃഷ്ണന്റെ കയ്യിൽ നിന്ന് മിസ്സായിരിക്കും. ജോസിന്റെ കാറ്റിൽ നിന്നും അതിമനോഹരമായ ഒരു സിക്സ്. അതൊരു ഓവർപിച്ച് ഡെലിവറി. വളരെ മികച്ച ഒരു പന്തിലൂടെ ഒരു വമ്പൻ സ്വാദിനെ വിട്ട് കളഞ്ഞിരിക്കുന്നു അജിത്ത്. ജോസ് ഉയർത്തിയടിച്ച പന്ത് ഡെലിവറി. പറഞ്ഞിരുന്നു അജിത്തിന് ഒരു സിക്സ് വെച്ചിട്ട് ഞാൻ കളം വിടത്തുള്ളത്. പക്ഷെ അത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഇതിന്റെ ഭാഗത്ത് നിന്നും. ഒരു നഷ്ടത്തിൽ 9 റൺസ് സ്പാർട്ടൻസ്. രണ്ടാമത്തെ ഓവറിലെ ആദ്യ ബോൾ. ഒരു മോശം പന്താണെങ്കിലും റൺഗേറ്റ് കൃത്യമായിട്ട് എത്തിക്കേണ്ട പാട്ടില് എത്തിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു മോശം പന്ത്. അത് ഒരു 4 റണ്ണിൽ കലാശിരിക്കുന്നു. ഒരു സ്ലോ ഡെലിവറി ആയിരുന്നു അത്. അതിമനോഹരമായി അതിബുദ്ധിപരമായി വീണ്ടും ഒരു സ്ലോ ഡെലിവറിയിലൂടെ ബാറ്റ്സ്മാനെ കബളിപ്പിച്ചുകൊണ്ട് ഒരു സിംഗിൾ റൺ. വീണ്ടും ഒരു സ്ലോ ഡെലിവറി. ആ ബോളിൽ ഒരു 2 റൺസ്. 2 ഓവർ കംപ്ലീറ്റ് 23 റൺസ് ഒരു നഷ്ടത്തിൽ. അതൊരു സിംഗിൾ റണ്ണിൽ കലാശിരിക്കുന്നു. ഗുഡ് ഷോട്ട്. ഒരു ഫുൾ ടോസ് പന്ത്. അത് ബൗണ്ടറിയുടെ പുറത്തേക്ക് പായിച്ചുകൊണ്ട് റണ്ണി. ഒരു സിംഗിൾ റൺ. ഷോട്ട്. ബട്ട് അത് ഗ്രൗണ്ടിന് നാട്ടിക്ക് തന്നെ വീണിരിക്കുകയാണ്. അതൊരു മികച്ച പന്തായിരുന്നു. എന്നാൽ ഒരു ജോസിന്റെ പ്രതാപകാലത്ത് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അതിമനോഹര ഷോട്ട്. അടുത്ത പന്തും 3 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 47. അതൊരു വൈറ്റ് ബോൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. വീണ്ടും സാധുവിന്റെ മക്കളുടെ ഭാഗ്യം എന്ന് പറയാനുള്ളൂ. അല്ലെങ്കിൽ ആ ബോള് ഈ ഗ്രൗണ്ടിൽ നിന്നും പറ്റിച്ചിട്ടുള്ള പ്ലെയറാണ്. വീണ്ടും റണ്ണി സാധുവിനെ നിലം പൊട്ടിക്കാതെ ഗ്രൗണ്ടിന്റെ ബലം വീണ്ടും ഉയർത്തിയടിച്ചിരിക്കുന്നു. ഒന്നുമാകാതെ ആ പന്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു. സാബുമോൻ നിസ്സാരക്കാരനല്ലെന്ന് ജോസിനെ ഒന്ന് അറിയിച്ചു കൊടുത്തിട്ട് 4 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 70 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. ഒരു സ്ലോ ഡെലിവറി ആയിരുന്നു. അത് റെനി ഒരു സിംഗിൾ റൺ നേടി
ഇത്തരം സാഹചര്യം എന്നാൽ ഒരു സിംഗിൾ റണ്ണിൽ കലാശിച്ചിരിക്കുന്നു. കൃഷ്ണൻ ഒരു സിംഗിൾ റൺ. ഒരു ഫുൾ ടോസ് പന്ത് കൃത്യമായിട്ട് പാഴ്സൽ ചെയ്ത് 5 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 81 റൺസ്, ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. 86 റൺസ് 5 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ആദ്യ ബോൾ ഒരു സിംഗിൾ റൺസ്. ആർക്കിന്റെ വിജയലക്ഷ്യം 87. ഒരു സ്ലോ ഡെലിവറി ആയിരുന്നു, അതൊരു സിംഗിൾ റണ്ണിൽ കലാശിച്ചിരിക്കുന്നു. ദിലീപ് ഒരു ഫുൾ ടോസ് പന്ത് മനോഹരമായിട്ട് ഗ്രൗണ്ടിന്റെ വെളിയിലേക്ക്. സബാസിന്റെ ബാറ്റ് ഒരു മനോഹരമായ പന്തായിരുന്നു. സബാസിന് അതൊരു ബൗണ്ടറി, ഒരു 4 റൺസ്. വെരി നൈസ് ബോളിംഗ്. സബാസിന്റെ വീക്ക്നെസ്സിൽ കയറി പിടിച്ചിരിക്കുന്ന ദിലീപ്. സബാസിന്റെ പന്തിൽ അല്ല, ദിലീപിന്റെ പന്തിൽ സബാസിൻ ജോസ് ക്ലീൻ ബൗൾഡ് ആയിരിക്കുന്നു. ഒരു 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 ക്യാച്ചിനുള്ള സാധ്യതകൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 16. ഒരു ഫുൾ ടോസ് പന്ത് ഒരു സിംഗിൾ റണ്ണിൽ കലാശിച്ചിരിക്കുന്നു. ഒരു ക്യാച്ചിനുള്ള സാധ്യതകൾ ഷോട്ട്. കണക്കുകൾ തീർക്കുന്നു. 2 ക്യാച്ചുകൾ വിട്ടുകളഞ്ഞതിന്റെ കണക്ക്. 2 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 29 റൺസ്, ഒരു വിക്കറ്റ്. ഷോട്ട് അതൊരു 6 ആണോ 4 ആണെന്ന് ഡൗട്ട് ഉണ്ട്. അതിമനോഹരമായ ഷോട്ട് കൃഷ്ണന്റെ ബാറ്റിൽ നിന്ന്. ഒരു സിംഗിൾ റൺ. അമ്മാവിന്റെ മോളിൽ കൂടെ വളരെ 3 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 35 റൺസ്, ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. ലൂസ് പന്തിൽ ഒരു സിംഗിൾ റൺ. വളരെ മോശം പന്തുകള് സിംഗിൾ. ഷോട്ട് അതൊരു 6 റണ്ണിൽ കലാശിച്ചിരിക്കുന്നു. വളരെ മികച്ചൊരു ഒരു അവാർഡ് സിംഗിൾ റൺ. ഡെലിവറി വീണ്ടും ഒരു സിംഗിൾ. ഷോട്ട് ഒരു ഫുൾ ടോസ് പന്ത് ബൗണ്ടറി ലൈനിൽ വിട്ട്. ഷോട്ട് വീണ്ടും 6. അജിത്തിന്റെ ബാറ്റിൽ നിന്നും 4 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 56 റൺസ്, ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. 6 ബോളിൽ 31 റൺസ് വിജയലക്ഷ്യം. ഒരു ലൂസ് പന്തായിരുന്നു, അത് ബൗണ്ടറി വെളിയിൽ പോകേണ്ടത്.
ഷോട്ട് ബട്ട് അത് ഗ്രൗണ്ടിന്റെ അകത്ത് തന്നെ ലാൻഡ് ചെയ്തിരിക്കുന്നു. What a shot. ഒരു ക്ലാസിക് ഷോട്ടിലൂടെ അജിത്ത് വീണ്ടും ഒരു ഷോട്ട് ബട്ട് അതൊരു സിംഗിൾ റണ്ണിൽ കലാശിരിക്കുന്നു. വളരെ വിരസമായൊരു മത്സരമാണ്. ഒരു സിംഗിൾ റൺ. വീണ്ടും ഒരു സിംഗിൾ റൺ. മത്സരം സ്പാർട്ടൻസ് ജയിച്ചിരിക്കുന്നു.